ട്രഡീഷണൽ ബിൽഡിംഗ് ചെയ്യണോ അതോ കണ്ടംപററി ബിൽഡിംഗ് ചെയ്യണോ? ഏതാണ് നമുക്ക് നല്ലത്? വാ നമുക്ക് കണ്ടുപിടിക്കാം. ഹായ്, എൻ്റെ പേര് ഫവാസ്. ഞാൻ FRKTEXന്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റും കോ ഓണറുമാണ്. എല്ലാവർക്കും ഉള്ള പേടി ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ ഹോംസ് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ കോസ്റ്റ് വരും എന്നുള്ളതാണ്. ആക്ച്വലി അല്ല, ക്വാളിറ്റി കംസ് അറ്റ് എ പ്രൈസ്. നിങ്ങളിപ്പം കണ്ടംപററി ഹൗസ് എടുത്തു കഴിഞ്ഞാലും ട്രഡീഷണൽ ഹൗസ് എടുത്തു കഴിഞ്ഞാലും കോസ്റ്റ് വരേണ്ടത് പോലെ തന്നെ വരും. അത് നിങ്ങൾ കണ്ടംപററി എടുത്തത് കൊണ്ട് കൂടുന്നോ അല്ലെങ്കിൽ ട്രഡീഷണൽ എടുത്തുകൊണ്ട് കൂടുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നുള്ളൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടംപററി ഹൗസ് നമ്മുടെ ക്ലൈമറ്റിന് സൂട്ടാവും എന്നുള്ളതാണ്. വാലിഡ് പോയിൻ്റാണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ അധികം ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ഹൗസസ് ചെയ്യാനുള്ള സ്കിൽഡ് വർക്കേഴ്സിന് എവിടെയും കിട്ടില്ല എന്നുള്ളതാണ്. എഗെയിൻ മിത്താണ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സെയിം ഗോസ് ഫോർ കണ്ടംപററി ആസ് വെൽ. കണ്ടംപററി ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ എക്സ്പെൻസീവ് മെറ്റീരിയൽ കയറ്റണം, കുറേ പൈസ ചിലവാകും. ഐ വിൽ ടെൽ യു വൈ. അപ്പോൾ ഞാൻ പ്രോബ്ലത്തിലേക്കൊന്ന് വിശദമായിട്ട് വരാം. ട്രഡീഷണൽ ഓർ കണ്ടംപററി, ഇതിൽ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതല്ലേ. ആക്ച്വലി ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളതിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്കൊരു സൈറ്റിൽ എന്ത് വേണം, നിങ്ങൾക്ക് എത്ര ബെഡ്റൂംസ് വേണം, നിങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പുറത്ത് ഗാർഡൻസ് വേണോ, മുറ്റം, കോർട്ട്യാർഡ് പോലത്തെ അല്ലെങ്കിൽ പാഷ്യോ പോലത്തെ സ്പേസസ് വേണോ, ഇനി സ്വിമ്മിംഗ് പൂൾ പോലത്തെ കാര്യങ്ങൾ വേണം, ഇനി എല്ലാ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ സ്പെസിഫിക്കലായിട്ട് കൂടുതൽ ലൈറ്റോ കാര്യങ്ങളോ വേണം. സോ ഈ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. റാദർ ദാൻ ജസ്റ്റ് ഗോയിങ് ഇൻ ടു ട്രഡീഷണൽ ഓർ കണ്ടംപററി ഹൗസസ്. നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത് നിങ്ങളുടെ സ്പേസസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടത്. നൗ യൂഷ്വലി ഈ ഡിബേറ്റ് വരുന്നത്, ഈ ട്രഡീഷണലും കണ്ടംപററി ഡിബേറ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടംപററി ഹൗസസിൽ അധികം ലൈഫില്ല, അധികം ഒരു ജീവനില്ലാത്തൊരു വീട് പോലെ ആയിപ്പോകുന്നു എന്നൊക്കെ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. നോട്ട് ട്രൂ. അത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ ഹൗസസിന് എക്സ്പെൻസ് കൂടുമോ അല്ലെങ്കിൽ കണ്ടംപററി ഹൗസസിന് എക്സ്പെൻസ് കൂടുമോ എന്നുള്ളത്. ആക്ച്വലി ക്വാളിറ്റിക്ക് എക്സ്പെൻസ് വരും. നമുക്ക് എന്താണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ ഹൗസ് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ അതിൻ്റെ എക്സ്പേർട്സിനെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കും. ബിക്കോസ് നമുക്കറിയാം ഒരു സ്കിൽഡ് അല്ലാത്തൊരു ലേബർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ സാധനം കൊളാവും നമുക്ക് ഓൾമോസ്റ്റ് ഷുവറാണ്. കണ്ടംപററി ഡിസൈനിൽ ചെറിയ അഡ്വാൻറ്റേജ്, അതിൽ സ്കിൽ വർക്ക് കുറച്ച് കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. ആക്ച്വലി അല്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മിനിമലിസ്റ്റിക് ആയിട്ട് നല്ല ഫ്ലാറ്റ് ഡിസൈൻസും നല്ല സ്ട്രെയിറ്റ് ലൈൻസും നല്ല പിന്നെ എന്താ പറയുക കേർവ്സും അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ഇൻട്രിക്കറ്റ് ഡിസൈൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾ കരുതും അത് ഈസി അല്ലേ, ഏതൊരു ലേബറിന് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നന്നാവില്ല. ഇതുകൊണ്ട് തന്നെ ചില ആൾക്കാർ, എൻ്റെ ക്ലയൻസും എൻ്റെ സുഹൃത്തുക്കൾ വന്നതിനോട് ചോദിക്കും, ചില 2 വർഷം മുമ്പ് കൂടിയ വീടുകൾ എന്താ പെട്ടെന്ന് പഴകിയ പോലെ തോന്നുന്നത്, ചില 2 വർഷം അല്ലെങ്കിൽ 4 വർഷം 5 വർഷം കഴിഞ്ഞ വീടുകൾ പോലും എന്താ ഇപ്പം ഫ്രഷ് ആയിട്ട് കാണുന്നില്ല. അത് ഈ ചെറിയ സട്ടിൽ ഡീറ്റെയിൽസ് ആണ്. വീട്ടിൽ കൂടുന്ന ദിവസം അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് 6 months to 1 year ഈ ഡിഫറൻസസ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു കൺസേൺ വരുന്നത് ക്ലൈമറ്റിൻ്റെയാണ്. അത് വാലിഡ് കൺസേൺ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ കണ്ടംപററി ഡിസൈൻ വിച്ച് യു ആക്ച്വലി മീൻ ലൈക്ക് ഫ്ലാറ്റ് റൂഫ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ഞങ്ങൾ പലതും ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ഒരു വീട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ground+1 വീട്ടിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലാറ്റ് റൂഫോ അല്ലെങ്കിൽ സ്ലോപ്പ് റൂഫോ അല്ലെങ്കിൽ എന്തെങ്കിലും തരം ഒരു റൂഫിങ് സപ്ലിമെൻ്ററി ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് കൊടുക്കുന്നതിൻ്റെ പ്രൈമറി റീസൺ താഴെയുള്ള കണ്ടംപററി ഡിസൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രഡീഷണൽ ഡിസൈൻ്റെ ഓട്ടോമാറ്റിക് അഡ്വാൻറ്റേജ് ആണ് എന്ത്, ആ റൂഫൊക്കെ ചെരിഞ്ഞത് കൊണ്ടും വെള്ളമൊക്കെ നല്ല വൃത്തിക്ക് പോകുന്നത് കൊണ്ടും ഈ തലവേദന അധികം ഏറ്റെടുക്കേണ്ട എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈസിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. നിങ്ങൾ നല്ല ക്വാളിറ്റി വർക്കേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ട്രഡീഷണൽ ചെയ്താലും കണ്ടംപററി ചെയ്താലും കോസ്റ്റ് ആക്ച്വലി സെയിം തന്നെയാണ് വരാൻ. യെസ്, അറ്റ് സർട്ടൻ സ്റ്റേജസ് ഓഫ് പ്രൊജക്റ്റ് സെയിം ആയിരിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ട്രക്ചർ ചെയ്യുകയാണെന്ന് കരുതും. സ്ട്രക്ചർ ചെയ്യുമ്പോൾ ട്രഡീഷണൽ ഹൗസസിന് ചിലപ്പോൾ റേറ്റ് കുറച്ച് കൂടും. ബിക്കോസ് അതിൽ മെറ്റീരിയൽ കൂടുതലാണ്, സ്ലോപ്പിംഗ് റൂഫിൻ്റെ കോൺക്രീറ്റ് മെറ്റീരിയൽ കൂടുതലാണ്. അതൊക്കെ കൊണ്ട് ചിലപ്പോൾ റേറ്റ് കൂടിയതുപോലെ തോന്നും. ഒരു ഫ്ലാറ്റ് റൂഫിൻ്റെ ഡിസൈൻ കുറച്ച് കുറഞ്ഞതുപോലെയും തോന്നും. പക്ഷേ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മുകളിൽ റൂഫും കാര്യങ്ങളൊക്കെ ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടൈൽസൊക്കെ ഇട്ട് വരുമ്പോഴേക്ക് അൾട്ടിമേറ്റ്ലി ഫ്രം മൈ എക്സ്പീരിയൻസ് ഫോർ ദ പാസ്റ്റ് 10-12 years എനിക്ക് മനസ്സിലായത് അൾട്ടിമേറ്റ്ലി ഒരു പ്രൊജക്റ്റ് 1 CR എത്തേണ്ട പ്രൊജക്റ്റ് ആണെങ്കിൽ അത് 1 CR തന്നെ എത്തും, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് യുവർ ഡിസൈനേഴ്സ്. ഞാൻ പറഞ്ഞതുപോലെ ക്വാളിറ്റിയും നമ്മൾ നല്ല ഫിനിഷിങ്ങും ചെയ്യുകയാണെങ്കിൽ ആ പ്രൈസ് പോയിന്റ് സെയിം തന്നെ ആയിരിക്കും. സോ ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ദ പ്രൈസ് പോയിന്റ്. സോ അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രഡീഷണൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കണ്ടംപററി ചെയ്യുകയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു ബാലൻസ് കിട്ടണം. ആ ബാലൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ്റനൻസ് കുറഞ്ഞ ടൈപ്പുള്ള വീടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളത് കണ്ടംപററി ചെയ്താലും ട്രഡീഷണൽ ചെയ്താലും ഡിസൈൻ അഥവാ അങ്ങനെ അല്ലെങ്കിൽ അതായത് മെയിൻ്റനൻസ് ഫ്രീ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കുറഞ്ഞതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു തലവേദനയെ മാറാൻ ചാൻസ് ഉണ്ട്. സോ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലൈമറ്റുമായിട്ട് ഒത്തൊരുങ്ങി പോകുന്നൊരു വീടാണോ എന്ന് നോക്കണം. സ്ലോപ്പിംഗ് റൂഫ് ആണെങ്കിൽ ചില ആൾക്കാർ സ്ലോപ്പിൻ്റെ എക്സ്റ്റൻഷൻ കൂട്ടൂല, ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ഫ്ലാറ്റ് റൂഫിൻ്റെ എക്സ്റ്റൻഷൻ കൂട്ടൂല. അൾട്ടിമേറ്റ്ലി നമ്മുടെ വാൾസ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് ഫ്ലാറ്റായി സ്ലോപ്പായി നിങ്ങൾ എന്ത് സ്പൈറൽ ഇതെടുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വാൾസും വിൻഡോസും പരമാവധി പ്രൊട്ടക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 90+% പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്.
യൂഷ്വലി എൻ്റെ ഒരു ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ കണ്ടംപററി ഡിസൈനിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യാറ്. പക്ഷേ ഞങ്ങളെ നൊസ്റ്റാൾജിക് ആയ ഫ്രണ്ട്സിന് ഞാൻ എന്ത് ചെയ്യും, നൊസ്റ്റാൾജിക് എലമെൻറ്റ്സ് ഞാൻ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കും. സോ ഫോർ എക്സാമ്പിൾ നമ്മളെ സിറ്റ് ഔട്ടിലുള്ള സ്പേസസ്, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാല്യകാലത്തിൽ നമ്മൾ പിന്നെ ഫാമിലിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ സ്പേസസ് എൻജോയ് ചെയ്ത് നമ്മൾ ആ മുറ്റത്തിരുന്ന് കളിക്കുകയും സിറ്റ് ഔട്ടിരുന്ന് കളിക്കുകയും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ചപ്പോൾ ഉണ്ടായ സ്പേസസിൽ ഉണ്ടായ ആ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു വൈബ് എന്തായിരുന്നു വെച്ചാൽ കുറച്ച് സ്ലോപ്പിംഗ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു ഓർമ്മകളാണ്. വി ക്യാൻ സ്റ്റിൽ റീക്രിയേറ്റ് ഓൾ ദോസ് തിങ്സ്, നോട്ട് ടു ദ ഫുൾ 100% കപ്പാസിറ്റി എക്സ്പെൻസ്, ബട്ട് ആ ഒരു ചെറിയ രീതിയിൽ നമുക്ക് അതിന് റീക്രിയേറ്റ് ചെയ്യാം. സോ എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് നമ്മുടെ തണ. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നമ്മുടെ ഒരു കെനാത്തര എന്നൊക്കെ പറയും ഞങ്ങളുടെ ഒരു ഭാഷയിൽ. ആ ഒരു സാധനം ഞാൻ അധിക വീടുകളിലും എല്ലാം ഒന്ന് കയറ്റി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എഗെയിൻ നോസ്റ്റാൾജിക് ആണ്. സോ ബേസിക്കലി ഇവിടെ ട്രഡീഷണൽ എല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നോസ്റ്റാൾജിൻ്റെ മുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ യുവർ കണ്ടംപററി ഡിസൈൻ ക്യാൻ ബി ഫ്യൂസ്ഡ് ഇൻ ടു ട്രഡീഷണൽ ആർക്കിടെക്ചർ ആൻഡ് ഇറ്റ് ക്യാൻ ബി എ റിസൾട്ട് ഓഫ് ബോത്ത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം വറി ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ നീഡാണ് വേണ്ടതെന്നുള്ളതാണ്. അത് നിങ്ങൾ ഫസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങളെ ബെഡ്റൂംസും നിങ്ങളെ ഹാൾസും നിങ്ങളെ കിച്ചൺസും കോർട്ട്യാർഡ്സും പാഷ്യോ സ്പേസസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെങ്ങനെ ലെയർ ചെയ്യണം, എങ്ങനെ സോൺ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. സെക്കൻഡ് ടാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രഡീഷണൽ എലമെൻറ്റ്സ്, സ്ലോപ്പിംഗ് റൂഫിൻ്റെ ആയിരിക്കാം, കോളംസ് ആയിരിക്കാം, വുഡൻ ഫർണിച്ചേഴ്സ് ആയിരിക്കാം, വുഡൻ ഫ്ലോറിംഗ് ആയിരിക്കാം, വട്ട് എവർ ഇറ്റ് മേ ബി, ക്യാൻ ബി ഫ്യൂസ്ഡ് ഹിയർ ആൻഡ് ദെയർ ഇൻ ലിറ്റിൽ ക്വാണ്ടിറ്റീസ് ഫോർ യുവർ nostalgia to come back. So you don't need to completely paste it onto the walls or floors or anything. ഒന്ന് ചെറുതായിട്ട് എന്ത് ചെയ്താൽ മതി, അതിനൊന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് നമ്മൾ ഉപ്പും മുളകും ഇടുന്ന പോലെ ചെയ്താൽ മതി. അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ചെയ്യുമ്പോൾ ആ വീടും ആ വീടിൻ്റെ ചുറ്റുവട്ടുള്ള പറമ്പും രണ്ടും ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കൊണ്ടുവരണമെങ്കിൽ ആഡിക്വേറ്റ് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. ഓൾദോ ഞാൻ വെന്റിലേഷൻ നമ്മളിപ്പോൾ അധികം ഫോക്കസ് ചെയ്യാറില്ല, ബിക്കോസ് നമ്മളിപ്പോഴത്തെ നാട്ടിലെ ചൂട് കാരണം നമ്മളെല്ലാവരും എയർ കണ്ടീഷനിലേക്ക് മാറി. സോ ലൈറ്റ് വേണമെങ്കിൽ എന്ത് വേണം, മാസീവ് ഓപ്പണിങ്സ് വേണം. മാസീവ് ഓപ്പണിങ്സ് വേണമെങ്കിൽ യൂഷ്വലി കണ്ടംപററി ഡിസൈൻസിലാണ് നമുക്ക് മാസീവ് ഓപ്പണിങ്സ് കൊണ്ടുവരാൻ പറ്റാൻ. നമ്മൾ പക്ക ട്രഡീഷണൽ ഡിസൈനിൽ നമുക്ക് എന്ത് ചെയ്യാനില്ല, മാസീവ് ഓപ്പണിങ്സ് കൊണ്ടുവരാനില്ല. നിങ്ങൾ ഏതെങ്കിലും പഴയ തറവാടുകൾ പോയി നോക്കിയാൽ മതി, വിൻഡോസൊക്കെ പൊതുവേ ചെറുതായിരിക്കും. അതൊന്നുമല്ല, അന്ന് കാലത്തുള്ള മെറ്റീരിയൽസിൻ്റെ ലിമിറ്റേഷൻ ആയിരുന്നു. ഇന്ന് നമുക്ക് അലുമിനിയവും UPVCയും ഇഷ്ടംപോലെ പല സാധനങ്ങളുള്ളതുകൊണ്ട് മരം പോലും തന്നെ നമുക്ക് വലുതായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കണ്ടംപററി വീട് തന്നെ ട്രഡീഷണൽ എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂസ് ചെയ്തിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായെന്ന് വിചാരിക്കുന്നു. ഈ ഉപകാരം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം.